ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോട്ടണി ക്ലാസ്. രണ്ടാമത്തെ ചാപ്റ്ററായ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഫസ്റ്റ് പാർട്ടിലെ കണ്ടന്റ് ഒന്ന് റീവൈസ് ചെയ്ത് നോക്കാം. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഫ്ലവർ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് ആൻഡ്രീഷ്യം ഓർ സ്റ്റേമൻ. സ്റ്റേമനിൽ ആന്തർ ആൻഡ് ഫിലമെന്റ്സ് കാണാം. ആന്തറിന്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ മൈക്രോസ്പൊറാഞ്ചിയം കാണാം. ആന്തറിൽ വെച്ചാണ് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയ പോളൻ ഗ്രെയിന് ഫോം ചെയ്യുന്നുള്ളത്. പോളൻ ഗ്രെയിൻ ഡിഫറെന്റ് സൈസ് ആൻഡ് ഷേപ്പിൽ കാണാം. പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ, ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, പോളൻ ഗ്രെയിന് ക്രിയേറ്റ് ചെയ്യുന്ന അലർജിക് പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ദാറ്റ് ഈസ് ഗൈനീഷ്യം, ദ പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം ആൻഡ് എംബ്രിയോ സാക്. Don't forget to like, subscribe and share. Thank you in advance. So ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. You can see the figure of gynecium. Which are the parts of gynecium? ഏതൊക്കെയാണ് ഗൈനീഷ്യത്തിന്റെ പാർട്സ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ മീൻസ് വാട്ട്? ലാൻഡിംഗ് പ്ലേസ് ഫോർ പോളൻ ഗ്രെയിൻസ്. മെയിൽ ഫ്ലവർ ഓർ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്നും വരുന്ന പോളൻ ഗ്രെയിൻസിന്റെ ലാൻഡിംഗ് പ്ലേസ് ആണ് സ്റ്റിഗ്മ. ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് സ്റ്റൈൽ. ഇറ്റ് ഈസ് ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ പാർട്ട്. നീളത്തിൽ കാണുന്ന ഭാഗമാണ് സ്റ്റൈൽ. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് വാട്ട്? ഓവറി. ഗൈനീഷ്യത്തിന്റെ താഴെ കാണുന്ന ബൾജഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓവറി. ഓവറിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഒവേറിയൻ കാവിറ്റി ഓർ ലോക്യൂൾ ഈസ് സീൻ ഇൻസൈഡ്. പ്ലാസെന്റ ഈസ് സീൻ ഇൻസൈഡ് ഒവേറിയൻ കാവിറ്റി. Megasporangium or ovule arise from the placenta. Number of ovule may be 1 to many. ഓവറിക്കകത്ത് ഒവേറിയൻ കാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ കാണാം. പ്ലാസെന്റ കാണുന്നുള്ളത് ഈ ലോക്യൂളിനകത്താണ്. പ്ലാസെന്റയിൽ നിന്നാണ് മെഗാസ്പൊറാഞ്ചിയം ഓർ ഓവ്യൂള് ഫോം ചെയ്യുന്നത്. ഓവ്യൂളിനകത്താണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുക. ദാറ്റ് വി വിൽ സ്റ്റഡി ലേറ്റർ. നമ്പർ ഓഫ് ഓവ്യൂൾ മേ ബി 1 to many. ചില പ്ലാന്റ്സിൽ ഒരു ഒവ്യൂൾ കാണാം, ചിലതിൽ ഒന്നിൽ കൂടുതൽ ഒവ്യൂൾ കാണാം. ഫോർ എക്സാമ്പിൾ, 1 ovule ഇൻ വീറ്റ്, പാഡി, മാംഗോ എക്സെട്ര, ആൻഡ് മെനി ഒവ്യൂൾസ് ആർ സീൻ ഇൻ പപ്പായ, വാട്ടർമെലോൺ, ഓർക്കിഡ് എക്സെട്ര. പിസ്റ്റിലിന്റെ നമ്പറും അറേഞ്ച്മെന്റും അനുസരിച്ച് ഗൈനീഷ്യം ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മോണോകാർപ്പിലറി, മൾട്ടി കാർപ്പിലറി, സിൻകാർപ്പസ് ആൻഡ് അപ്പോകാർപ്പസ്. Monocarpillary means what? Single pistil is present. We can see only one pistil in such flowers. Multicarpillary എന്ന് പറഞ്ഞാലോ more than one pistil. That means group of pistils കാണാം. ഗ്രൂപ്പ് ഓഫ് പിസ്റ്റിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്യൂസ്ഡ് ആണെങ്കിൽ that is called what? Syncarpus. Fused means what? ഒന്നിച്ച് കാണുന്നതാണെങ്കിൽ that is called syncarpus. പിസ്റ്റിൽസ് ഒക്കെയും ഫ്രീ ആയിട്ട് കാണുന്നതാണെങ്കിൽ, സെപ്പറേറ്റ് ആയി കാണുന്നതാണെങ്കിൽ that is called what? Apocarpus. Let us observe this figure. First one ഹിബിസ്കസിന്റെ പിസ്റ്റിലാണ്. ഏതൊക്കെയാണ് പാർട്സ്? സ്റ്റിഗ്മ. സെക്കൻഡ് പാർട്ട് ഈസ് സ്റ്റൈൽ, ഇലോങ്ങേറ്റഡ് പാർട്ടാണ് സ്റ്റൈൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഓവറി. ഓവറി ഈസ് റെസ്റ്റിംഗ് ഓൺ തലാമസ്. ഫ്ലവറിന്റെ തലാമസിലാണ് ഓവറി കാണാം. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് എ pistil. Stigma, first part where pollen grains are landing, style, and next one ovary. Second figure multicarpillary syncarpus pistil figure ആണ്. Multicarpillary means ഒന്നിൽ കൂടുതൽ pistil കാണാം. Syncarpus means ആ pistil ഒക്കെയും ഫ്യൂസ്ഡ് ആണ്. സോ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്നിൽ കൂടുതൽ pistil കാണാം. ആ pistil ഒക്കെയും ഒന്നിച്ചാണ് കാണുന്നത്, ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. And next one, what is that? Multicarpillary Apocarpus gynecia ആണ്. Multicarpillary ആണ്, ഒരുപാട് carpels or pistils കാണാം. Apocarpus ആണ്. Apocarpus means what? They are free. They are not fused. Fused ആയിട്ടല്ല കാണുന്നുള്ളത്, ഫ്രീ ആയിട്ടാണ് കാണുന്നുള്ളത്. Next is the diagram of ovule, Anatropous ovule. Okay, so let us study the structure of ovule. ഏതൊക്കെയാണ് different parts, അതിന്റെ functions ഏതൊക്കെയാണെന്ന് നോക്കാം. This is the diagram of ovule. Ovuleന്റെ diagram ആണിത്. Ovuleന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാലോ? That is inside the ovary. ഓവറിക്കകത്താണ് ovule കാണുന്നുള്ളത്. So let us study which are the parts of ovule.
ഫ്യൂണിക്കിൾ, ഇതാണ് ഫ്യൂണിക്കിൾ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്യൂണിക്കിൾ. ആൻഡ് what is the peculiarity? Here we can see placenta and this is the ovule. So funicle is connecting placenta and the ovule. So funicle means what? It is a stalk that connect ovule to the placenta. Next one, hilum. ഈ ഒരു ഭാഗമാണ് ഹൈലം. എന്താണ് ഹൈലത്തിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഒവ്യൂളിൻ്റെയും ഫ്യൂണിക്കിളിൻ്റെയും ഇടയിലുള്ള ജംഗ്ഷനാണ്. ഇതാണ് ഒവ്യൂൾ ആൻഡ് ഹിയർ ഫ്യൂണിക്കിൾ. അതിൻ്റെ ഇടയിലായിട്ട് ഹൈലം കാണാം. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. നെക്സ്റ്റ് പാർട്ട് ഇൻടെഗ്യുമെൻ. ഇതാണ് ഇൻടെഗ്യുമെൻ. There are two integuments, outer and inner. This is the outer integument and this is the inner integument. Integumentന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ ഒവ്യൂൾ. ഒവ്യൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റെഗ്യുമെന്റ്സ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഗിവിംഗ് പ്രൊട്ടക്ഷൻ ടു ദ ഒവ്യൂൾ. നെക്സ്റ്റ് പാർട്ട് ഈസ് ന്യൂസെല്ലസ്. ഇതാണ് ന്യൂസെല്ലസ്. ഈ ഒരു ഭാഗമാണ് ന്യൂസെല്ലസ്. And what is its peculiarity? Mass of cells seen within the integument. Integument അകത്തായിട്ടാണ് കാണുന്നത്. It contains mass of cells, group of cell. It has abundant reserve food materials. ന്യൂസെല്ലസിനകത്ത് റിസർവ് ചെയ്തിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് കാണാം. ആൻഡ് നെക്സ്റ്റ് വൺ എംബ്രിയോ സാക്. ആൻഡ് ദിസ് ഈസ് ദ എംബ്രിയോ സാക് സീൻ ഇൻസൈഡ് ദ ന്യൂസെല്ലസ്. ന്യൂസെല്ലസിന്റെ അകത്തായിട്ടാണ് എംബ്രിയോ സാക് കാണുന്നത്. ഇറ്റ് ഈസ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. എംബ്രിയോ സാക് ആണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഒവ്യൂളിന് രണ്ട് പോൾസ് കാണാം. അതിലൊരെണ്ണം ചലാസൽ പോൾ. ദിസ് ഈസ് ദ ചലാസൽ പോൾ. ചലാസ ഇസ് ദ ബേസൽ പാർട്ട് ഓഫ് ദ ഒവ്യൂൾ. ഒവ്യൂളിന്റെ ബേസിൽ കാണുന്ന ഭാഗമാണ് ചലാസ. ആൻഡ് ദിസ് ഈസ് ദ മൈക്രോപൈലാർ പോൾ ഓർ മൈക്രോപൈൽ. ഈ ഒരു ഭാഗത്താണ് മൈക്രോപൈൽ അല്ലെങ്കിൽ മൈക്രോപൈലാർ പോൾ. ഇറ്റ് ഈസ് എ സ്മോൾ ഓപ്പണിംഗ് അറ്റ് ദ ടിപ്പ്. ടിപ്പിൽ കാണുന്ന ചെറിയൊരു ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ. ആൻഡ് ഇന്റെഗ്യുമെന്റ് ഈസ് നോട്ട് സീൻ ദെയർ. ആ ഭാഗത്ത് ഇന്റെഗ്യുമെന്റ് ഈസ് ആബ്സെന്റ്. മൈക്രോപൈൽ റീജിയണിൽ ഇന്റെഗ്യുമെന്റ് ആബ്സെന്റ് ആണ്. ഒവ്യൂളിന്റെ പാർട്സ് ഒന്നുകൂടി നോക്കാം. ആൻഡ് വി ക്യാൻ സീ ഹിയർ ഫ്യൂണിക്കിൾ. എന്താണ് ഫ്യൂണിക്കിളിന്റെ പ്രത്യേകത? സ്റ്റോക്ക് ദാറ്റ് ഈസ് കണക്ടിംഗ് ഒവ്യൂൾ ടു ദ പ്ലാസെന്റ. ആൻഡ് ദിസ് വൺ ഈസ് ദ ഹൈലം, ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ഒവ്യൂൾ. ആൻഡ് ഒവ്യൂളിനെ കവർ ചെയ്ത് കാണുന്ന ഭാഗമാണ് ഇന്റെഗ്യുമെന്റ്. ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റെഗ്യുമെന്റ്സ് കാണാം. ഇന്റെഗ്യുമെന്റ്സിനകത്തായി കാണുന്നതാണ് ന്യൂസെല്ലസ്. ദിസ് ഈസ് ദ ന്യൂസെല്ലസ്. ന്യൂസെല്ലസിനകത്ത് എംബ്രിയോ സാക് കാണാം. ഇറ്റ് ഈസ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ആൻഡ് രണ്ട് പോൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ചലാസൽ പോൾ. ദിസ് ഈസ് ദ ചലാസൽ പോൾ ആൻഡ് ഓപ്പോസിറ്റ് മൈക്രോപൈലാർ പോൾ. ഒവ്യൂളിന്റെ ഇന്നർ പാർട്ട് സൂം ചെയ്തിട്ടുള്ള ഫിഗർ ആണിത്. യു ക്യാൻ സീ ഹിയർ മൈക്രോപൈലാർ എൻഡ് ആൻഡ് ന്യൂസെല്ലസ്. ദിസ് ഈസ് ദ ന്യൂസെല്ലസ്. അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ല് കാണാം. വാട്ട് ഈസ് ദാറ്റ്? മെഗാസ്പോർ മദർ സെൽ ഓർ MMC. MMC is a large cell. It has dense cytoplasm and it has a prominent nucleus. Megaspore mother cell divide ചെയ്ത് മെഗാസ്പോർ ഫോം ചെയ്യും. And that process is called megasporogenesis. That is the process of formation of megaspores from the megaspore mother cell is called megasporogenesis. മെഗാസ്പോർ മദർ സെൽ മിയോസിസ് നടന്ന് മെഗാസ്പോർ ഡയാഡ് ഫോം ചെയ്യും. മെഗാസ്പോർ ഡയാഡ് മീൻസ് 2 megaspores are present. Here you can see 2 megaspores are present. Next, megaspore dyad, megaspore tetrad ആയി മാറും. Tetrad means how many megaspores are there? 4 megaspores are there. Observe here, you can see 4 megaspores. Which are they? These are the 4 megaspores. ഈ 4 മെഗാസ്പോറിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് ഫങ്ഷണൽ. അത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്കായി ഡെവലപ്പ് ചെയ്യും. ബാക്കിയുള്ള 3 മെഗാസ്പോർസും നോൺ ഫങ്ഷണൽ ആണ്. ദേ ഡിസിൻറ്റഗ്രേറ്റ്. ഡിസിൻറ്റഗ്രേറ്റ് മീൻസ് അവ നശിപ്പിക്കപ്പെടും. ദാറ്റ് ഈസ് ഓൺലി 1 മെഗാസ്പോർ ഈസ് ഫങ്ഷണൽ. ഇറ്റ് ഡെവലപ്സ് ഇൻ ടു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക്. Other 3 megaspores are non-functional and they disintegrate. This type of development is called monosporic development. That is the method of formation of female gametophyte or embryo sac from a single megaspore is called monosporic development. ഒരു മെഗാസ്പോറിൽ നിന്നും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മെഗാസ്പോർ മദർ സെൽ മിയോസിസ് നടന്ന് മെഗാസ്പോർ ഡയാഡ് ഫോം ചെയ്തു. മെഗാസ്പോർ ഡയാഡ് എഗെയിൻ മിയോസിസ് നടന്ന് മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്തു. ടെട്രാഡ് മീൻസ് ഹൗ മെനി സെൽസ് ആർ ദെയർ?
4 cells. ഈ 4 മെഗാസ്പോറിൽ നിന്നും ഒരെണ്ണം മാത്രം ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്കായി ഡെവലപ്പ് ചെയ്തു, ബാക്കി 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. The nucleus of functional megaspore undergo mitosis to form 2 nucleate stage, 4 nucleate stage and 8 nucleate stage. ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് ഡിവിഷൻ നടന്ന് 2 ന്യൂക്ലിയസ് ഫോം ചെയ്യും. അതിനെ 2 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് പറയും. ആ 2 ന്യൂക്ലിയസും പോൾസിലേക്ക് മൂവ് ചെയ്യും. അഗെയിൻ മൈറ്റോസിസ് നടന്ന് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, 4 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ഫോം ചെയ്യും. ഇതാണ് 4 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്. അഗെയിൻ മൈറ്റോസിസ് occurs and 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ഫോം ചെയ്യും. നെക്സ്റ്റ് കാണുന്ന ഫിഗർ ആണ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്. That is, nucleus of functional megaspore undergoes mitosis to form 2 nucleate stage, 4 nucleate stage and 8 nucleate stage. ഈ ഡിവിഷൻസ് ഒക്കെയും തന്നെ ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അതായത് ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. കാരിയോകൈനസിസ് മാത്രമാണ് നടക്കുന്നത്, സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. എംബ്രിയോ സാക്കിന്റെ നെക്സ്റ്റ് സ്റ്റേജിലെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്രോപൈലാർ എൻഡില് 3 സിനർജിഡ്സ് കാണാം. ആൻഡ് ചലാസൽ എൻഡിൽ 3 ആന്റിപോഡൽസ് കാണാം. ആൻഡ് 2 പോളാർ ന്യൂക്ലിയർ ആർ പ്രസന്റ് ആൻഡ് ഹിയർ ദിസ് ഇസ് ദ സെൻട്രൽ സെൽ. ഓക്കെ, നൗ മെച്യൂർ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ദ മെച്യൂർ എംബ്രിയോ സാക്ക്. ഇതാണ് മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ സാക്ക്. ഓക്കെ, ആൻഡ് ഹിയർ ചലാസൽ എൻഡ്, ദിസ് ഇസ് ദ ചലാസൽ എൻഡ് ആൻഡ് ദിസ് ഇസ് ദ മൈക്രോപൈലാർ എൻഡ്. ചലാസൽ എൻഡിൽ 3 സെൽസ് കാണാം. ദേ ആർ കോൾഡ് ആന്റിപോഡൽസ്. 3 cells are seen at the chalazial end and they are called antipodals. And next one, this is the central cell, large central cell. ഇതിനകത്ത് 2 polar nuclei കാണാം. It has 2 polar nuclei. Next, at the micropylar end, 3 cells are grouped together and that is called egg apparatus. ഈ 3 സെൽസിനെ പറയുന്നത് egg apparatus എന്നാണ്. Egg apparatus contain 2 synergids and 1 egg cell. That is the egg cell. സിനർജിഡ്സിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്പെഷ്യൽ തിക്നെസ് കാണാം and that is called filiform apparatus. Okay, so this is called filiform apparatus and what is its function? They guide the pollen tube into the synergids. Pollen tubeനെ സിനർജിഡ്സിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. മെച്യൂർ ആയ എംബ്രിയോ സാക്ക് 8 ന്യൂക്ലിയേറ്റ് ആണെങ്കിലും 7 സെൽഡ് ആണ്. 3 സെൽസ് ഈ എൻഡിൽ കാണാം, 3 സെൽസ് ഈ എൻഡിൽ കാണാം ആൻഡ് 1 സെൻട്രൽ സെൽ. സോ 3 + 3 + 1 7 സെൽഡ് ആണ്. 8 ന്യൂക്ലിയേറ്റഡ് ആവുന്നത് എങ്ങനെയാണ്? ഇവിടെ 3 സെല്ലിലും 3 ന്യൂക്ലിയസ് കാണാം, ഇവിടെ 3 സെല്ലിലും 3 ന്യൂക്ലിയസ് കാണാം, പ്ലസ് 2 പോളാർ ന്യൂക്ലിയൈ. സോ 3 + 3 + 2 8 ന്യൂക്ലിയസ്. ഈ ഒരു ഇലസ്ട്രേഷൻ ഒബ്സർവ് ചെയ്താൽ ഇതിൽ കാണാൻ പറ്റും ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് സ്റ്റാമൻ, ആന്തർ, ഡിഫറെന്റ് പ്രോസസ്സ് വഴി പോളൻ മദർ സെൽ, മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്തു, ലാസ്റ്റ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു. ആൻഡ് ഹിയർ യു ക്യാൻ സീ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. വാട്ട് ഈസ് ദാറ്റ്? ഗൈനീഷ്യം. ഓവ്യൂള് കാണാം, ഡിഫറെന്റ് പ്രോസസ്സ് വഴി മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്തു, എംബ്രിയോ സാക്ക് ഫോം ചെയ്തു. ആൻഡ് നെക്സ്റ്റ് പ്രോസസ് ഈസ് വാട്ട്? Pollination and fertilization, that we will discuss in next class.